അപ്പോൾ ഇതോടുകൂടി നമ്മളെ ബന്ധം തീർന്നു. ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഇനി നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? ഇനി ഇന്ന് മുതൽ പ്രശ്നം തുടങ്ങുകയാണ്. ഞാൻ നിന്നെ പൈസ കണ്ടി കോൾ ചെയ്യും, നീ ഫോൺ എടുക്കൂല. ഇനി ഞാനൊരു വഴി കൂടി വരികയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് കൂടി പോകും. ഇനി ഇൻ കേസ് എവിടെയെങ്കിലും വെച്ച് നമ്മൾ കണ്ടുപിടിക്കാം, ഞാൻ എന്നോട് പൈസ വയ്ക്കും. നീ എന്തിനാണ് ഇത്ര അർജന്റിൽ പൈസ വയ്ക്കും? അങ്ങനെ നമുക്ക് കയറി വരും. ഞാൻ നിന്നെ തെറി വിളിക്കും, ഈ എന്നെ വിളിക്കും. അങ്ങനെ നമ്മളെ ബന്ധം ഉദാഹരണം. അങ്ങനെ കുറേ ചങ്ങന്മാർ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആരുമില്ല, ഒറ്റക്കാണ്. ഈ കടം ചോദിക്കുന്ന മാതിരി അതൊരിക്കലും ആ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് തിരിച്ചു കിട്ടുന്നില്ല? ഈ കടം മേടിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞുതരാം. ചിലപ്പോൾ അട്ടിക്ക് വെച്ച പൈസയൊന്നും നല്ലത് എടുത്തു തരാം. അവൻ്റെ കയ്യിൽ ചിലപ്പോൾ 700 ഉണ്ടെന്നുണ്ടെങ്കിൽ 500 അവൻ കടം തരും. 500 ചോദിച്ചെങ്കിൽ നിങ്ങൾ വിചാരിക്കുക അവൻ്റെ കയ്യിൽ 2000 ഉണ്ടായിട്ടാണ് അവൻ 500 കടം തരുന്നത്. അല്ല, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അവൻ്റെ കൂടെ പ്രയാസമാണ് എന്ന് അവൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ 500 തരിക. അപ്പോൾ ആ 500-നെ 1000 ആക്കിയിട്ട് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ 500-നെ 500 ആയിട്ട് തന്നെ കൊടുത്താൽ പോരെ. എന്നും ഈ സൗഹൃദം നിലനിൽക്കില്ലേ? പറഞ്ഞ സമയത്ത് ഒരു 500 രൂപ തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ കടം മേടിക്കുന്നത്? എന്തിനാണ് നിങ്ങളൊരു ശത്രുവിനെ ഉണ്ടാക്കുന്നത്? അപ്പോൾ എല്ലാവരും മേടിച്ച പൈസ മേടിച്ച മാതിരി തന്നെ തിരിച്ചു കൊടുക്കാൻ പഠിക്കും.